കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് വയനാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ കേട്ടത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിൽ കലാശിച്ച ആൾക്കൂട്ട വിചാരണ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരത്തെ വയനാട്ടിൽ തന്നെ മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്ന വാർത്ത കേട്ട് ഞെട്ടിവരാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയരുകയും അതൊന്നും ശരിയല്ല എന്ന് സമൂഹം പൊതുവായി തിരിച്ചറിയുകയും ചെയ്തതാണ്. ഇപ്പോൾ ഒരു സർവകലാശാലയിൽ നിന്ന് തന്നെ ഒരു വിദ്യാർത്ഥിയെ നിരവധി വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് വിചാരണ ചെയ്യുക മാത്രമല്ല മർദ്ദിക്കുകയും, അതേപോലെ തന്നെ അവരുടെ കുടുംബം പറയുന്നത് ഇവരെല്ലാം കൂടി ആ കുട്ടിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ്. എന്തായാലും ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തതും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതുമായ വളരെ ബീഭത്സമായ ഒരു കാര്യമാണ് സർവകലാശാലയിൽ നിന്ന് വന്നിരി ക്യാമ്പസിലെ കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീരുന്നത്. പ്രത്യേകിച്ച് ഇതിലെ പ്രതികളൊക്കെ എന്ന് പറയുന്നത് കോളേജ് യൂണിയൻ്റെ നേതാക്കളും അതേപോലെ എസ് എഫ് ഐയുടെ നേതാക്കളുമാണ് എന്നുള്ളതാണ്. അപ്പോൾ എസ് എഫ് ഐയിലേക്ക് ഒരാൾ കടന്നു വരുന്നത് എന്തിനാണ് ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ക്യാമ്പസുകളിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ മാനവികമായ മൂല്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അവർ സമൂഹത്തിനെ ഗുണകരമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും ഗുണകരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. സർവകലാശാലകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ള പാഠം അതാണ്. അതിന് പകരമാണ് ഇവിടെ പ്രണയദിന കാലത്ത് സംഭവിച്ച ആട്ടവും പാട്ടവും മർദ്ദനവുമായിട്ട് മാറിത്തരികയും അതൊരു വിദ്യാർത്ഥിയുടെ ജീവനെടുക്കുകയും ചെയ്യുന്ന കൊലപാതകത്തിൽ എത്തിച്ചേരുകയും ചെയ്ത് ആത്മഹത്യയാണ് നടന്നിട്ടുണ്ടാവുക. ശരിയാണ്, പോലീസിൻ്റെ വിലയിരുത്തൽ ആത്മഹത്യയാണ്. പക്ഷേ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠികളും അതേപോലെ തന്നെ കൂട്ടുകാർ എന്ന് പറഞ്ഞ് നടന്നിരുന്നവരും ചെയ്ത പ്രവൃത്തിയാണ്. ഇങ്ങനെയാണോ വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ ക്യാമ്പസിൽ പ്രവർത്തിക്കേണ്ടത്? നമ്മൾ പല ഘട്ടങ്ങളിലും ക്യാമ്പസിൽ കുട്ടികൾ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ അനുകൂലിക്കുന്ന അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അവർക്ക് സാമൂഹ്യബോധം നിർമ്മിക്കും എന്നുള്ളതാണ്, അവരബോധം നിർമ്മിക്കും എന്നുള്ളതാണ്. സാമൂഹ്യബോധവും അവരബോധവും നിർമ്മിച്ചില്ല എങ്കിൽ ആ വിദ്യാർത്ഥി സ്വാർത്ഥനായിത്തീരുന്നു, മോശമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് തയ്യാറാകും. എപ്പോഴും ഒരു ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആൾക്കൂട്ടങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ അത് വിദ്യാർത്ഥികളായാലും യുവാക്കളായാലും പൊതുസമൂഹത്തിൽപ്പെട്ട ആളുകളായി കഴിഞ്ഞാലും അവരുടെ മാരക ശക്തി പുറത്തു വരുന്നു എന്നുള്ളതാണ്. മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. മനുഷ്യനെ ഒറ്റയ്ക്ക് ഒരിക്കൽ പോലും ഒരു പിശാചിനെ പോലെ പെരുമാറാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരുത്തൻ കൂട്ടമായി നിൽക്കുകയും കൂട്ടമായി അലറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവൻ മനുഷ്യനല്ല, പിശാചായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംഭവിച്ച അതാണ്. എസ് എഫ് ഐ നേതാക്കളും എസ് എഫ് ഐ പ്രവർത്തകരും ഒക്കെ വിദ്യാർത്ഥികൾക്ക് തന്നെ മാതൃകയായി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. ആ മാതൃകയായി പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും അങ്ങനെ ആയി തീരാൻ പറ്റാതെ പോകുന്നത് എസ് എഫ് ഐയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംഭവിച്ചിരിക്കുന്ന ജീർണതയും തകരാറ് തന്നെയാണ്. എസ് എഫ് ഐ മാത്രമല്ല, കെ എസ് യു, എ ബി പി ഇത്തരം വിദ്യാർത്ഥി സംഘടനകളൊന്നും തന്നെ കുട്ടികളെ ശരിയായിട്ടുള്ള രീതിയിൽ മാനവികമായിട്ടുള്ള മൂല്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പ്രവർത്തനവും ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്നില്ല എന്നുള്ളതാണ്. ക്യാമ്പസുകൾ എന്തുകൊണ്ട് ഇങ്ങനെ അക്രമോത്സുകമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് എത്തിച്ചേരുന്നു? എന്തുകൊണ്ട് അവർ മനുഷ്യജീവൻ എടുക്കുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുമില്ലാത്തവരായിത്തീരുന്നതാണ്? ആൾക്കൂട്ടമായിരിക്കുന്ന സമയത്ത് അവരൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും തോന്നുന്നില്ല. ഒറ്റക്കാണ് നാം ഭയപ്പെടുകയും അതേപോലെ തന്നെ ഒറ്റക്കാണ് നാം സംശയാലുമായി തീരുകയും ഒറ്റക്കാണ് നാം നമ്മുടെ സമൂഹത്തിനെ ഭയപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറും. പക്ഷേ അതിന് പകരമായിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് വിദ്യാർത്ഥികളോ സമൂഹമോ എത്തിച്ചേർന്നാൽ അവർക്ക് സ്വബോധം നഷ്ടപ്പെട്ടു പോവുകയും അവർ ഭ്രാന്തന്മാരായി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭ്രാന്തമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കലാണോ നമ്മുടെ സർവകലാശാലയുടെ ലക്ഷ്യം? സർവകലാശാലയുടെ ഉദ്ദേശം അതാണോ? അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? സർവകലാശാല നടത്തുന്നതായിട്ടുള്ള നടത്തിപ്പുകാർക്കുണ്ട്, ഗവൺമെൻറ്റുണ്ട്, അധികാരികൾക്കുണ്ട്, അതുപോലെ തന്നെ അധ്യാപകർക്കുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആശയവിനിമയം നടത്തുന്ന അധ്യാപകൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കുട്ടിയെ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയപ്പെടുന്നൊരു വാചകം ഇതാണ്, ഇറ്റ് ഈസ് എ മാൻ മേക്കിംഗ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്.
മനുഷ്യ നിർമ്മാണ പ്രക്രിയയാണ് അധ്യാപനം എന്നുള്ളതാണ്. അപ്പോൾ അധ്യാപനം അങ്ങനെ കുട്ടികളെ മാറ്റിയെടുത്താൽ മാത്രമാണ് കുട്ടികൾ ഇങ്ങനെ അല്ലാതായി തീരുകയുള്ളൂ എന്നുള്ളതാണ്. ഇത്തരം കുട്ടികൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനും ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തവരാണ്. അവർ വിദ്യാർത്ഥികളല്ല, അവർ ക്രിമിനലുകളാണ്. ക്രിമിനലുകളെ അയക്കേണ്ടത് ജയിലറകളിലേക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും കുട്ടികളാണെങ്കിൽ പോലും ഇവർക്ക് എത്തിച്ചേരാനായിട്ട് പറ്റിയ ഇടം എന്ന് പറയുന്നത് ജയിലിലാണ്. ഇവരെ ജയിലിലെത്തിക്കുക എന്നുള്ളതാണ്. ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് അത് വിദ്യാർത്ഥികളുടെ ആൾക്കൂട്ട വിചാരണയായാലും സമൂഹത്തിൻ്റെ ആൾക്കൂട്ട വിചാരണ ആയി കഴിഞ്ഞാലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മുടെ സർവകലാശാലകളിൽ ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനുവേണ്ടിയുള്ള ജാഗ്രത നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്, നമ്മുടെ ക്യാമ്പസുകൾക്ക് ആവശ്യമാണ്. ക്യാമ്പസിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വാലൻറ്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും പ്രശ്നങ്ങളൊക്കെ. അതെപ്പോഴും ഇങ്ങനെയുള്ള കലാപങ്ങളിലാണ് എത്തിച്ചേരുന്നത്. ക്യാമ്പസുകളിലെ നൃത്തങ്ങളൊക്കെ തന്നെ ചുടല നൃത്തങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അതിശക്തമായിട്ടുള്ള രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് മാനവീയ മൂല്യങ്ങളിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതെന്ന് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള പാഠം എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ആ പഠിത്തം എന്ന് പറയുന്നത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ ഒതുങ്ങാതെ സമൂഹത്തിലേക്കും ചുറ്റുപാടിലേക്കും മനുഷ്യരിലേക്കും കൂടി പടർത്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു മാനവികമായ മൂല്യബോധം കുട്ടികളിൽ നിർമ്മിച്ചെങ്കിൽ മാത്രമാണ് ഈ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതായിട്ടുള്ള പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെടുള്ളൂ. അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് വിദ്യാർത്ഥി മനുഷ്യനെ ഗുണകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബീയിങ്ങായി ഒരു സ്വത്വമായിട്ട് മാറിത്തരികയുള്ളൂ. അതിനുള്ളൊരു പാഠമായിട്ടെങ്കിലും ഈ ആൾക്കൂട്ട വിചാരണയും ഈ ആത്മഹത്യയും അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ട് കൊലപാതകമാണ് എങ്കിൽ അതിൽ രൂക്ഷമായിട്ടുള്ള രീതിയിൽ സർക്കാർ ഇടപെട്ട് അതുപോലെ തന്നെ നിയമനിർമ്മാണ സംഘങ്ങളെല്ലാം ഇടപെട്ട് നടപടികളെടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു പാഠമായി മാറണം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇടപെടേണ്ടതായിട്ടുള്ള എല്ലാ ആളുകളുടെയും ശ്രദ്ധ കടന്നു വരേണ്ടത് ആവശ്യമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ, അവരുടെ ജാഗ്രത ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അവരൊക്കെ എത്രമാത്രം ഇതിൻ്റെ അകത്ത് സജീവമായിട്ടുള്ള രീതിയിൽ ഇടപെടുന്നുണ്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് തിരിച്ചറിയപ്പെടുകയുള്ളൂ. അത് തിരിച്ചറിയപ്പെടേണ്ടതാണ്. എല്ലാത്തിൻ്റെയും മുൻപിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടക്കുന്ന പല കലാലയങ്ങളിൽ നടക്കുന്ന കലാപങ്ങളിലെല്ലാം SFI ഒരു പ്രതിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം ക്യാമ്പസുകളിൽ SFI അല്ലാണ്ട് മറ്റൊന്നുമില്ലാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ കൂടി സജീവമായി ഇടപെട്ടുകൊണ്ട് SFI തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ക്യാമ്പസുകൾ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. ക്യാമ്പസിൽ ബദൽ ചിന്തകൾ ആവശ്യമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരയോ രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നത് അതുപോലെ തന്നെ പ്രവർത്തനം നടത്തുന്നതായിട്ടുള്ള സംഘങ്ങൾ രൂപപ്പെട്ട് വരേണ്ടത് ആവശ്യമാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രാപ്തി SFIക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് SFIയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തന്നെയാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ക്യാമ്പസുകളിൽ പ്രത്യേകമായിട്ട് മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ഏത് സംഘടന നടത്തിയാലും അതിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു മേഖല രൂപപ്പെട്ട് വരേണ്ടതാണ്. അതിലൂടെ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ കോളേജുകളിൽ ആവർത്തിക്കപ്പെടാനായിട്ടുള്ള ഒരു മുൻകരുതൽ നമുക്കെടുക്കാനായിട്ട് കഴിയും. വിദ്യാർത്ഥി തൻ്റെ ജീവിതത്തെ എത്രയോ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഓരോ വിദ്യാർത്ഥിയും ക്യാമ്പസിലേക്ക് വരുന്നത്. സിദ്ധാർത്ഥന് എത്രമാത്രം സ്വപ്നങ്ങളുണ്ടായിരിക്കും. ആ സ്വപ്നങ്ങൾ മുഴുവനും ഇവിടെ തൂക്കിക്കൊന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നത്തെ മുഴുവനും നശിപ്പിച്ച്, ഒരു വിദ്യാർത്ഥിയുടെ മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ തന്നെ സ്വപ്നത്തെ നശിപ്പിക്കുന്ന തരത്തിൽ ദുരന്തപൂരിതമായിട്ടുള്ളൊരു പ്രക്രിയയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് അതിശക്തമായിട്ടുള്ള ഇടപെടൽ പ്രത്യേകിച്ച് ഭരണവർഗത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു പോഷക സംഘടനയായിട്ടാണ് SFI പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമുക്ക് പറയാം എങ്കിൽ പോലും അതിൻ്റെ ഒരു മേൽനോട്ടം, അതിൻ്റെ ഒരു പാട്രൺ എന്ന് പറയുന്നത് CPM ആണ്. അതുകൊണ്ട് CPM ഈ കാര്യത്തിൽ വലിയ തോതിൽ ഇടപെടേണ്ടത് ആവശ്യമാണ്. അതിവിടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും മുതിർന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയിക്കഴിഞ്ഞാലും അതേപോലെ മുസ്ലിം ലീഗ് ആയിക്കഴിഞ്ഞാലും ഒക്കെ ഇടപെട്ടുകൊണ്ട് അവരവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മാനവീയ മൂല്യങ്ങൾക്കും ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു ഉറപ്പുവരുത്താനായിട്ടുള്ള ബാധ്യതയുണ്ട്. അവരുടെ ഇതിനകത്ത് കാണിക്കുന്നതായിട്ടുള്ള വിമുഖത
അല്ലെങ്കിൽ അലസത അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നതായിട്ടുള്ള ഒരു രീതി അത് വിദ്യാർത്ഥികൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസായിട്ട് മാറിത്തരരുത്. വിദ്യാർത്ഥികളെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്, അവരെ നിയന്ത്രിക്കേണ്ട ആവശ്യമാണ്. കാരണം അവർ കുട്ടികൾ മാത്രമാണ്. അപ്പോൾ കുട്ടികൾ തെറ്റായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയാൽ അതിനെ തിരുത്തുക എന്നുള്ളതാണ്. അതിന് മുതിർന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള ചുമതല വളരെ വലുതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിൽ എത്രയോ തരത്തിലാണ് റാഗിങ് എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള രീതിയിൽ സമൂഹത്തെ ബാധിച്ചിട്ടുള്ളത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് അതിശക്തമായിട്ടുള്ള അഭിപ്രായ രൂപീകരണം റാഗിങ്ങിനെതിരായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലം ക്യാമ്പസുകളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ക്യാമ്പസുകളിൽ നിന്ന് റാഗിങ് മിക്കവാറും തന്നെ നിരോധിക്കപ്പെട്ട ഒരവസ്ഥയുണ്ട്. ഇവിടെ പക്ഷേ ആ നിരോധനത്തെ പോലും മറികടന്നുകൊണ്ടാണ് ഈ വെറ്റിനറി കോളേജിൽ ഈ റാഗിങ് ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് വഴിവെച്ചതാകട്ടെ അവിടുത്തെ പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എവിടേക്കാണ് ജാഗ്രത നഷ്ടപ്പെടുന്നത് അവിടെ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ എത്രയോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എത്രയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയോ ക്യാമ്പസുകളിൽ മരണമുണ്ടായിട്ടുള്ള അതിനെ പുരസ്കരിച്ചുകൊണ്ട് ചില സിനിമകൾ കൂടി മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമ കൂടി വന്നാണ്. അത്ര രൂക്ഷമായിട്ട് ആ പ്രശ്നം വന്ന സമൂഹം ചർച്ച ചെയ്യുകയും ആ സമൂഹം അതിന് തിരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. റാഗിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാകൃതമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിലേക്ക് പ്രത്യേകിച്ച് ഈ കുട്ടികളെല്ലാം ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഒരാൾക്കൂട്ടമായി തീരുകയും ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് പിശാചിൻ്റേത് മൃഗത്തിൻ്റെതായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഏത് രീതിയിലും ഇതിനെ സമ്പൂർണ്ണമായി സർക്കാർ നിരോധിക്കേണ്ടത് ആവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.